നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കോഴിക്കോട് ജില്ലയിൽ ഗോവിന്ദപുരം വളയനായി താമസിക്കുന്ന ഏകരത്ത് പറമ്പ് ഗണേശൻ. ഇദ്ദേഹം ഒരു പാർക്കിൻസൺസ് രോഗിയാണ്. 10 വർഷമായി രോഗാവസ്ഥയിലായിട്ട് തലയിലെ ഞരമ്പിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടു. എൻ്റെ പേര് രാജി, ഇതെൻ്റെ ഭർത്താവ്, പേര് ഗണേശൻ. 10 വർഷമായി തലയിലെ ഞരമ്പിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് സംസാരിക്കാൻ കഴിവില്ലാതെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാണ്. എന്തെങ്കിലും ഒരു മാസത്തിൽ തന്നെ 5000 രൂപ വേണം മരുന്നിന് തന്നെ. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. 35 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടക കൊടുക്കുവാനോ ഏറെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതിൻ്റെ കൂടാതെ ഭർത്താവിൻ്റെ മരുന്നിന് ഒരു മാസം 5000 രൂപയാണ് ഭർത്താവിന് മരുന്നിൻ്റെ ചിലവ്, മറ്റുള്ള ആവശ്യങ്ങൾ എല്ലാം. ഈ എനിക്ക് 3 മക്കളാണ്. ആ മക്കൾക്ക് ജോലി എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. എന്തെങ്കിലും ഒരാഴ്ച, 2 ആഴ്ചൻ്റെ 3 ആഴ്ച ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കഴിയുന്നത്. സഹായത്തിനൊന്നും ആരുമില്ല. എന്താണെന്നറിയില്ല. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ തന്നെ പലരും സഹായിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് പോണതും. ഗുളികയിൽ തന്നെ ഞങ്ങൾ എത്രയോ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഗുളികയ്ക്ക് ചായത്തിൽ തന്നെ ഞങ്ങൾ എത്രയോ മാസം ഗുളിക മരുന്നായിട്ട് മകന് കൊടുക്കുന്നുണ്ട്, ഭർത്താവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല വിഷമഘട്ടക്കൂടെ ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പോണത്. ഭർത്താവിനാണെങ്കിൽ മരുന്നിൻ്റെ ഒരു ദിവസം പോലും മരുന്ന് തെറ്റിക്കാൻ കഴിയില്ല. മരുന്ന് തെറ്റിച്ചാൽ തന്നെ മൂത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല, ഒന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ പൊന്തിക്കാനൊക്കെ ഒരാൾ വേണം. ഒരാളെപ്പോഴും എവിടെയും ഞങ്ങൾക്ക് പോകാനും പറ്റില്ല, ഭർത്താവിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. എവിടെയെങ്കിലും ഒന്ന് ബാത്റൂം പോകാനോ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഞാൻ തന്നെ കൂടെ പോയിട്ട് ഞാനും ഒരു ഒരവശതയിലാണ്. എൻ്റെ ഹാർട്ടിൻ്റെയും തകരാറുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എനിക്കും അങ്ങനെ പിടിച്ചു പൊന്തിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് കഴിയില്ല. അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അങ്ങനെയൊക്കെ ഓരോ ദിവസം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മക്കളുടെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഓരോ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. എന്തെങ്കിലും കരുണ തോന്നി അവിടെ ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് തോന്നണേ. വർഷങ്ങളായി ഇവർ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഇവരുടെ വിവാഹകാലത്ത് മുതൽ അങ്ങനെയാണ് കഴിയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 31 വർഷങ്ങൾ കഴിഞ്ഞു. ഇരുപത്തിയൊൻപത്, 28, 27 എന്നീ പ്രായമുള്ള 3 മക്കൾ ഇവർക്കുണ്ട്. എന്നാൽ പറയത്തക്ക വിധത്തിലുള്ള ജോലികളൊന്നും തരപ്പെട്ടിട്ടില്ല. അതിനാൽ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. ഞങ്ങൾക്ക് 2 കൂട്ടർക്കും സ്വന്തമായിട്ട് വീടില്ല. കല്യാണം കഴിക്കുന്നതിന് മുന്നേ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്. വാടക വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതും. വീടില്ലാതെ പല വീടുകളിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവിടുന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങൾ നിൽക്കാൻ ആരും അങ്ങനെ സമ്മതിക്കില്ല. ഞങ്ങളുടെ സ്വന്തക്കാരല്ലാത്ത വീട്ടിലും പോയിട്ട് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ ഈ മക്കളെയും കൊണ്ടിട്ട്. ഇപ്പോഴൊന്നും ആരും ഒന്നും സഹായിക്കുകയോ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയോ ആരും ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വാടക കൊടുക്കാതെ വീടിൻ്റെ ഓണർ വന്ന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇപ്പം വീട് ഇറങ്ങിത്തരണം, ഇനി നിൽക്കാൻ പറ്റില്ല, വാടക പെൻഡിങ്ങിൽ വന്നിട്ട് കൊടുക്കാൻ കഴിയാതെ മക്കളൊക്കെ ചെറിയ മക്കൾ കൊടുക്കാതെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എൻ്റെ ഭർത്താവിനൊന്നും അത്ര കാര്യപ്പെട്ട ജോലിയൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കിട്ടുന്നതും കൊണ്ട് ഓരോ ദിവസം അങ്ങനെ പോണ്.
മക്കൾ 3 പേരാണ്. അവർ ജോലി എന്ന് പറയുന്നത് അവർ കാര്യമായിട്ട് അങ്ങനെ ജോലിയൊന്നുമില്ല. എന്തെങ്കിലും ഇതിനൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടാണ് അവർ ഇതാവുന്നത്. ഓരോ ചെറിയൊരു ഷോപ്പിലൊക്കെ ആയിട്ട് തുച്ഛമായ വരുമാനത്തിനൊക്കെ തന്നെ ജോലിക്ക് പോണത്. പിന്നെ മരുന്ന്, ഇയാൾക്ക് മരുന്ന് മാസം 5000 റുപ്യ മരുന്നിൻ്റെ ചിലവ്. അത് ഞങ്ങൾ ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങളെ സഹായിക്കാൻ 30,000 രൂപയാണ് 6 മാസത്തേക്ക് ഈ മരുന്ന് ഞങ്ങൾക്ക് തരുന്നത്. അവിടെ അവരുടെ മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയി ഞങ്ങൾ പോയി വാങ്ങിക്കണം. ഓരോ 1-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾക്ക് അവർ മരുന്ന് 30,000 റുപ്യേൻ്റെ മരുന്ന് അവർ തരും. 6 മാസത്തേക്കാണ് 30,000 രൂപേൻ്റെ മരുന്ന്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അത് തീർന്ന് പിന്നെ രണ്ടാമതും അപേക്ഷിക്കണം മരുന്നിന് വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഒരു ദുരിതപൂർണമായുള്ളൊരു ജീവിതത്തിലൂടെ ഞങ്ങൾ ഇത്രയും ഈ നിമിഷം വരെ ഞങ്ങൾ നിൽക്കുന്നതും ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയുള്ള ഓരോ ദിവസവും. നാലു നേരം മരുന്നിലാണ് മുന്നോട്ടു പോകുന്നത്. മരുന്ന് മുടങ്ങിയാൽ മൂത്രം നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ആദ്യം ചികിത്സ ബീച്ച് ഹോസ്പിറ്റലിലായിരുന്നു. കാല് വേദനിച്ചിട്ട് ഉറക്കെ കരഞ്ഞതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. അവർ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വച്ചാണ് രോഗനിർണയം നടത്തിയത്. ആദ്യം ചികിത്സിച്ചത് ഞങ്ങൾ കോട്ടപ്പറമ്പായിരുന്നു. ഇവിടെ ബീച്ച് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത്. ഒരു ദിവസം ഇയാൾ കാല് വേദനിച്ചിട്ട് ജോലിക്ക് പോയി വന്നതാണ്. അപ്പം ഒരു വൈകുന്നേരം ആയപ്പോൾ കാല് വേദന ചൊറക്ക കരഞ്ഞ്. അപ്പോൾ അടുത്തുള്ളവരെ കൂടി വിളിച്ച് അവരെന്തോ ഒരു ചെറിയൊരു ഗുളിക കൊടുത്തപ്പോൾ സമാധാനം കിട്ടി. പിറ്റേ ദിവസം ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത് വെരിക്കോസ് വെയിൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അതും കുറിച്ച് യാതൊരു കുറവില്ല. പിന്നെ രണ്ടാമത് ഞങ്ങൾ അവിടെ തന്നെ പോയി കാണിക്കാൻ പോയി. അപ്പം അവർ ഇങ്ങോട്ടേക്ക് മെഡിക്കലിലേക്ക് ഇവിടേക്ക് ന്യൂറോയിലേക്ക് അവർ എഴുത്തന്ന് അവിടെ കാണിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കാണിച്ച ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെ തലയിലേക്കുള്ള ഞരമ്പ് ക്ലോട്ടായിട്ട് കിടക്കുകയാണ്, രക്തം പാസ് ചെയ്യുന്നില്ല. ഇതിന് ഗുളിക കാര്യമായിട്ട് ഇതിനൊന്നും ഗുളികയൊന്നുമില്ല. ഞരമ്പിൻ്റെ എന്തോ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ മാത്രമേ ഇതിനുള്ള സക്സസ് ഉള്ളൂ. ഗുളിക വെറുതെ ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പറേഷനാണ്. അത് എത്രയും വേഗം ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമാണ്. എന്തെങ്കിലും ചെറിയൊരു ജോലിക്ക് പോവുകയോ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനത്തെ സംസാരം ഇങ്ങനെ വ്യക്തതയിലുള്ള സംസാരത്തൊരു മാറ്റം വരുവാനും മറ്റെല്ലാം ഓരോ അതും നല്ല ശരിയായി കിട്ടുന്ന ഡോക്ടർ ഉറപ്പ് തന്നതാണ്. അപ്പോൾ എത്രയും വേഗം ഇങ്ങനെ ഓപ്പറേഷനുകൾ നീട്ടി കൊണ്ടുപോകരുത്, കഴിയെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അത് ചെയ്യുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഡോക്ടറെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ ചാരിറ്റിയുടെ ഭാഗമായി ചില സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. 1 മാസത്തെ മരുന്നിന് 5000 രൂപയോളം വേണം. അതിപ്പോൾ ഇവരുടെ സഹായം കൊണ്ട് നടക്കുന്നുണ്ട്. മരുന്ന് അവർ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതുകൊണ്ട് തൽക്കാലം ആ കാര്യം നടന്നു പോകുന്നു. ഓപ്പറേഷൻ നടത്തിയാലേ കുറച്ചെങ്കിലും രോഗശമനം കിട്ടുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഭാഗിക സൗഖ്യം എന്നു മാത്രമേ അപ്പോഴും പറയുവാൻ കഴിയുകയുള്ളൂ. 16 ലക്ഷം രൂപയാണ് ഓപ്പറേഷന്റെ ചിലവ് പറയുന്നത്. വീടിന്റെ വാടക കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ ഓപ്പറേഷനെ കുറിച്ച് ഓർക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ച് ശമരിയൻ പ്രോഗ്രാമിൽ അപേക്ഷ സമർപ്പിച്ചത്. ചികിത്സ എന്ന് പറയുന്നത് ഡോക്ടർ ഗുളികയൊക്കെ എഴുതിത്തരും ഒരു 7-8 മാസത്തേക്ക്. പിന്നെ അങ്ങനെ കാണിക്കും, ഇതേ ഉള്ളൂ ഗുളിക, ഇത് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 7 മാസം 8 മാസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി, ഇനി ഇതിൻ്റെ വേറെ ഗുളികയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഈ ഒരു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ ഇയാൾക്ക് ഒരു വിടുതലുണ്ടാവുക. അല്ല നിങ്ങൾ വെറുതെ വന്ന് കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് വെറുതെ ഡോക്ടർ വന്ന് കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് ചെയ്യാനേ ഉള്ളൂ, അതിൽ വേറെ കൂടുതലൊന്നും ഇയാൾക്ക് ചെയ്യാനില്ല, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. കീഹോൾ ശസ്ത്രക്രിയ എന്ന ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ മിഷൻ്റെ ചിലവ് വരുന്നത് 7 ലക്ഷമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ ഫീസ് 3.5 ലക്ഷം. പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഓരോരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് മൊത്തം 16 ലക്ഷം വരും. 16 ലക്ഷം
ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് എത്രയും വേഗം ഇത് ഓപ്പറേഷൻ കഴിയുന്നത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഇതിൻ്റെ കാലതാമസം എടുക്കുന്ന അനുസരിച്ചിട്ട് കിടത്തത്തിലേക്ക് നീങ്ങി പോകുന്ന പറഞ്ഞത് ഡോക്ടർ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എത്രയും കഴിയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ ഈ അറിയാതെ മൂത്രം പോകുന്നതും സംസാരത്തിനൊരു വ്യക്തതയൊക്കെ ഈ ഓപ്പറേഷനിലൂടെ കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ചികിത്സ നടക്കുന്നത്. അവിടുത്തെ ഡോക്ടറാണ് സർജറി പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നതും വേഗം ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ അധികം താമസിയാതെ ശരീരം പൂർണ്ണ തളർച്ചയിലേക്ക് പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുള്ള വഴി കാണാതെ ഇവർ വിഷമിക്കുകയാണ്. ഞങ്ങളെ അവസ്ഥയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും കരുണ തോന്നി, ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണം. ഇത്ര മാത്രമേ ഞങ്ങൾ പറയാനുള്ളത്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും വേണം. ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇവർ ഇരിക്കുകയാണ്. നല്ലവരായ നമ്മുടെ പ്രേക്ഷകരുടെ സഹായഹസ്തങ്ങൾ ഇവരുടെ നേരെ തിരിയും എന്നു തന്നെയാണ് ശമരിയന്റെയും പ്രതീക്ഷ. ഇത്തരം വിഷമിക്കുന്ന മനുഷ്യരുടെ മനസ്സിന് എന്നും ആശ്വാസമായി മാറാറുള്ള നമ്മുടെ നല്ല ഹൃദയങ്ങളെ തിരിച്ചറിയുന്ന സർവ്വ നന്മ സ്വരൂപനായ ദൈവം അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവരുടെ അപേക്ഷ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും അണമുറിയാത്ത പ്രവാഹം ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഫിൻഡോ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ഫിൻഡോയുടെ ഏക സഹോദരി ടിൻഡു ആണ്. ടിൻഡു വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. ഫിൻഡോ വിവാഹം ഇതുവരെ കഴിച്ചിട്ടില്ല. 35 വർഷമായി. 3 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട് ചന്ദ്രാപിന്നി എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും കൊടുങ്ങല്ലൂരുള്ള ആശുപത്രിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിൻഡോയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയി. ടൈലിൻ്റെ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കുടുംബമാണെങ്കിൽ കാലപ്പഴക്കത്തിൽ നശിച്ചുപോയി. ഇപ്പോൾ താമസിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ്. ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലാണ് ഫിൻഡോ താമസിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV ഫിൻഡോയെക്കുറിച്ച് അറിയുവാനും ഫിൻഡോയുടെ അവസ്ഥ ഗുഡ്നസ് TVയിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തത്. നല്ലവരായ പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 1,50,000 രൂപ നമുക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ ഫിൻഡോയ്ക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ ഈ ചികിത്സാ സഹായ നിധി ഫിൻഡോയുടെ സഹോദരി ടിൻഡുവിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈ ഫിൻഡോ എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ അറിയാനായിട്ടിടയായപ്പോൾ പലരും മുന്നോട്ട് വരികയും സഹായഹസ്തം നീട്ടുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക സമാഹരിച്ച് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചത്. നമുക്കറിയാം,
ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകിയത് കൊണ്ടാണ് നമുക്ക് അധ്വാനിക്കുവാനും പണം ഉണ്ടാക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ഇതുപോലെ ആരോഗ്യമായിരുന്നപ്പോൾ ജോലി ചെയ്ത് പണം സമ്പാദിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരനായിരുന്നു. ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയാണ് ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കി തന്നിരിക്കുന്നത് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സഹോദരനെ ഇനിയും നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് രോഗം മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും പഴയതുപോലെ അധ്വാനിച്ചും ജോലി ചെയ്തുമൊക്കെ ജീവിക്കുന്നതിനുമുള്ള കൃപ ദൈവം നൽകണമേ എന്ന് അദ്ദേഹത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകരെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നിങ്ങളാണ് ഗുഡ്നസ് ടി വിയുടെ ശക്തി. നിങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. ഗുഡ്നസ് ടി വിയുടെ ഏതാണ്ട് ആരംഭകാലം മുതൽ തന്നെ ഈ പ്രോഗ്രാം ഞങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലവരായ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരുടെ സഹകരണം കൊണ്ടാണ്. ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുമെന്ന ആ വലിയ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. നല്ലവനായ ദൈവം നിങ്ങളെ എപ്പോഴും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ടിൻഡോ. ഞാൻ ഫിൻഡോൻ്റെ സഹോദരിയാണ്. ഫിൻഡോൻ്റെ ചികിത്സാ സഹായത്തിന് നല്ലവരായ ഗുഡ്നസ് പ്രേക്ഷകർ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി.